ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മഞ്ചാടി പിച്ചുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ബുധനാഴ്ച വൈകുന്നേരം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം മഞ്ചാടി ഞാൻ ഇതണക്ക് ഭഗവാന്റെ മുന്നിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മരം അവിടെ കിടന്നായിരുന്നു കേട്ടോ. ആ മരത്തിൻ്റെ അതിങ്ങനെ പിച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു 4:30 AM എഴുന്നേറ്റു, വിളക്കൊക്കെ വെച്ചു. വീടിന് ചുറ്റുമുള്ള ആൾക്കാരുടെ ഒന്നും ഒരു അനക്കവും ഇല്ല, ചെറിയ വെട്ടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എഴുന്നേറ്റ് ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ലളിതാ സഹസ്രനാമവും കനകധാരാ സ്തോത്രവും നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത്, എന്ത് നാമമാണ് നമുക്ക് ചൊല്ലാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചൊല്ലിയതിന് ശേഷം നമുക്ക് കിച്ചൺ ഡ്യൂട്ടിയിലോട്ട് പോകാം. ഞാനിപ്പം ഏതാണ്ട് ഒരു 3-4 മാസം കൊണ്ടാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് സാധാരണ എഴുന്നേൽക്കുന്നത്. പക്ഷേ എനിക്കിപ്പം വെളുപ്പാങ്കാലത്തൊക്കെ നമ്മളിങ്ങനെ എഴുന്നേറ്റ് ശീലമായി നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് തുടങ്ങും. പിന്നെ ആ വിളക്ക് നമ്മൾ ആ രാവിലെ ഒരു ബ്രഹ്മമുഹൂർത്ത സമയം എനിക്ക് പറയാനൊക്കത്തില്ല, ഒരു 4:30 ആകുമ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റ് ഒരു 5 PM തന്നെ വിളക്ക് വെക്കാറുണ്ട്. അപ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് മനസ്സിൽ കേട്ടോ. ഒരു ടെൻഷനും ഇല്ല. ഭഗവാനോടെല്ലാം പ്രാർത്ഥിച്ച് എന്താ നിങ്ങളോട് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്കും നമ്മുടെ വീടിനും പരിസരത്തിനൊക്കെ. എന്തോ ഒരു പ്രത്യേക ഒരു വെളിച്ചം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ വെച്ച ഇത്രയും കാലം കൊണ്ട് എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം അതെല്ലാം ഭസ്മമായെന്ന് വേണമെങ്കിൽ പറയാം. അത്ര നല്ല ഒരു സമയമാണ് കേട്ടോ മോർണിംഗ് നമ്മൾ വിളക്ക് വെക്കുന്നത്. നമുക്ക് പറ്റാവുന്ന ദിവസമൊക്കെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയും നമ്മൾ ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്ത് പല പല പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ എഴുന്നേറ്റ് നമ്മൾ ആ ദൈവത്തിനോട് നമ്മൾ പറയുന്ന എന്ത് കാര്യവും നമുക്ക് സാധിച്ചു കിട്ടുന്നൊരു ടൈമാണ്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ ഒരു 21 ദിവസമെങ്കിലും കുറഞ്ഞതൊന്ന് രാവിലെ വിളക്കൊക്കെ ഒന്ന് വെച്ച് നോക്കൂ. വളരെ പോസിറ്റിവിറ്റിയാണെന്ന് അറിയുന്നത്. വീട്ടിലും സന്തോഷം, ഹസ്ബൻഡിൻ്റെ അടുത്തായാലും മക്കളുടെ അടുത്തും ഒക്കെ ആയാലും നമ്മൾ ഹാപ്പി ആയിരിക്കും. ഒരു വഴക്കോ ഒരു ബഹളവോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാനിന്ന് വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇഞ്ചി ചായ കുടിച്ച് ശീലം തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ തിരുപ്പതി പോയിട്ടുണ്ടായിരുന്നു. 1-2 ടൈം ഞാൻ തിരുപ്പതി പോയപ്പോൾ ഞാൻ അവിടെ ഇതൊക്കെ നമുക്ക് കൂടുതലും കിട്ടുന്ന ഇഞ്ചി ചായയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഇഞ്ചി ചായയോടൊരു അഡിക്ഷൻ വന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇഞ്ചി ചായയൊക്കെ കുടിച്ച് തുടങ്ങിയത്. ഇഞ്ചി ചായയൊക്കെ കുടിച്ച് വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റ് കുറച്ചൊക്കെ നേരം വെളുത്ത് വന്നു കേട്ടോ. വീടിൻ്റെ പരിസരം മൊത്തം നല്ല സൈലൻ്റാണ്. നമ്മുടെ വീടിൻ്റെ പരിസരം മൊത്തവും നല്ല ചന്ദനത്തിൻ്റെയും നല്ല സുഗന്ധദ്രവ്യങ്ങളുടെ നല്ല മണമാണ്. ആ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് സർവ്വ എനർജി വന്ന് കയറുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് മിണ്ടാപ്രാണികളുണ്ട്. കോഴിയും പ്രാവും പട്ടിയൊക്കെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ ഒന്ന് കൊഞ്ചിച്ചും അവരോടും ഒക്കെ സംസാരിച്ചും ഒക്കെ നമ്മുടെ ടൈം പോകും. നമ്മുടെ മനസ്സിലൊരു വിഷമമില്ല, ഫ്രീ ആയിട്ടാണ് മനസ്സിരിക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. അതിനുശേഷം പരിസരത്ത് നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ അങ്ങുമൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ പുല്ലാണ് കേട്ടോ, നല്ല ഗ്രീൻ സീനറി കിടക്കുന്നത്. നല്ല കുറ്റി പുല്ലാണ്. ആ പുല്ല് പറിച്ച് കഴിഞ്ഞാൽ അവിടെ കാണാൻ ഒരു ഭംഗിയില്ല, ഒരുമാതിരി കട്ടാന്തറ പോലെ കിടക്കും. അതുകൊണ്ട് ഞാൻ ആ പുല്ല് പിച്ചാതെ അങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇത് ബാക്കോട്ടുള്ള അയ്യമാണ് കേട്ടോ. ഇവിടെ ഫുൾ വാഴയും തെങ്ങുമാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കുല ഒടിഞ്ഞ് വീണായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്കത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ കാട് പിടിച്ച് കിടക്കും കേട്ടോ. നമ്മൾ എത്ര ഇതാക്കിയാലും ഈ വള്ളി പോലെ പടർപ്പങ്ങ് കയറും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കൊലയൊക്കെ എടുത്ത് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ പയർ തിരിപ്പിച്ചാനുണ്ടായിരുന്നു. മുളക് കുറേയൊക്കെ അങ്ങ് നിന്ന് വിളഞ്ഞു പോയി. അതൊക്കെ പിച്ചി കൊണ്ടുവച്ചു. അപ്പം ഇന്നത്തെ എനിക്ക് വളരെ നല്ലൊരു ദിവസമായിരുന്നു വ്യാഴാഴ്ച. ഞാൻ ഭഗവാന് നെയ്ദീപമാണ് കേട്ടോ വ്യാഴാഴ്ച കത്തിക്കുന്നത്. ഞാൻ വർത്തമാനത്തിനിടയ്ക്ക് അത് പറയാൻ വിട്ടുപോയി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക്, ഷെയർ, കമൻറ്റ്